പിറന്നിട്ട് അധികം നാളുകളാവാത്ത ഒരു സിംഹക്കുട്ടി മേയാൻ വന്ന ആട്ടിൻകൂട്ടങ്ങളോടൊപ്പം കൂടി. കൗതുകവും വാത്സല്യവും തോന്നിയ ആട്ടിൻകൂട്ടം ഈ സിംഹക്കുട്ടിയെയും കൂടെ കൂട്ടി. അങ്ങനെ ആട്ടിൻകൂട്ടങ്ങളുടെ ശീലങ്ങളും പാലിച്ച് സിംഹക്കുട്ടി അവരിലൊരുവനായി വളരാൻ തുടങ്ങി. വളർന്നു വലിയ സിംഹമായിട്ടും തന്റെ വ്യത്യസ്തതകൾ എന്തെല്ലാമാണ് എന്ന് സിംഹക്കുട്ടി തിരിച്ചറിഞ്ഞതേയില്ല. അങ്ങനെ ഒരിക്കൽ മറ്റൊരു വലിയ സിംഹത്താൻ ഈ ആട്ടിൻകൂട്ടങ്ങൾക്കിടയിലേക്ക് ഗർജിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു. ഭയന്ന ആട്ടിൻകൂട്ടം 4 വഴിക്കും ചിതറിയോടി. കൂട്ടത്തിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ സിംഹവും ഓടാൻ തുടങ്ങി. ഇത് കണ്ട സിംഹത്താന് അതിശയം തോന്നി. നമ്മുടെ വർഗത്തിൽപ്പെട്ട ഒരാളും ഇവർക്കിടയിലോ എന്നായി. അങ്ങനെ മറ്റാടുകളെ എല്ലാം ഓടിച്ചുവിട്ട് ഈ സിംഹത്തിനെ സിംഹത്താൻ പിടിച്ചെടുത്തു. അപ്പോൾ സിംഹം വല്ലാതെ കരയാൻ തുടങ്ങി. ഞാനൊരു പാവം ആടാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്നായിരുന്നു ആ കരച്ചിൽ. അപ്പോൾ സിംഹത്താൻ ഈ സിംഹത്തെയും കൂട്ടി തൊട്ടടുത്ത തെളിഞ്ഞ തടാകത്തിലെത്തി. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ നിഴലിനെ നോക്കൂ. അപ്പോഴാണ് തന്റെ പ്രതിബിംബത്തെ സിംഹം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആട്ടിൻകൂട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തനായ എന്തോ ആണ് ഞാൻ എന്നവൻ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ സിംഹത്താൻ പറഞ്ഞു, ഒരാടിനെ പോലെ കരയാതെ ഒരു സിംഹത്തെ പോലെ ഗർജിക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ആദ്യമായി നമ്മുടെ സിംഹം ഒരു സിംഹത്തെ പോലെ ഉറക്ക ഗർജിച്ചു. ആ ഗർജനത്തിൽ ആ കാട് മുഴുവൻ പ്രകമ്പനം കൊണ്ടു. എല്ലാ ജീവജാലങ്ങളും ഭയവിഹുലരായി. അപ്പോഴാണ് തന്റെ യഥാർത്ഥ രൂപം, യഥാർത്ഥ ശക്തി, യഥാർത്ഥ കഴിവ് സിംഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചത്. നമ്മുടെ പരിസ്ഥിതികളുടെ ഒപ്പം ചേർന്ന് നമുക്കും കഴിവില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ പോലെ തന്നെ എന്നെ കൊണ്ടും ഒന്നും കഴിയില്ല എന്ന് ചിന്തിക്കാതെ അവനവന്റെ ശക്തിയും അവനവന്റെ കഴിവുകളും തിരിച്ചറിഞ്ഞ് ഒരു സിംഹത്തെ പോലെ ഗർജിക്കാൻ ശ്രമിക്കുക. നന്ദി.